ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനി വോയ്സ്. അപ്പോൾ ഇരുട്ടത്ത് നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. ന്യൂ ഇയർ ഈവ് നമുക്ക് അടിച്ചു പൊളിക്കാം. അതെ, അപ്പോൾ ഇനി ഇവിടുന്ന് 12 മണിയായിട്ടേ തിരിച്ച് റൂമിലേക്ക് പോകുന്നുള്ളൂ. അതുവരെ ഞങ്ങൾ ഇവിടെ കറങ്ങി നടക്കാനുള്ള പ്ലാനിലാണ് വന്നേക്കുന്നത്. ഇപ്പം ടെമ്പറേച്ചർ ഏകദേശം ഒരു 20-21 ഡിഗ്രി ആ റേഞ്ചിലുള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു ചെറിയ കോട്ടൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാം. ഇതിപ്പോൾ വിക്ടർ ഹാർബറിലാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് റൈഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ പോയി കാണാം. അപ്പോൾ വിക്ടർ ഹാർബർ മൊത്തം ഒരു പെരുന്നാളിൻ്റെ പ്രതീതിയാണ് കേട്ടോ. ഇതൊക്കെ ഒരു ടെമ്പററി സെറ്റപ്പ് ആണോ എന്നറിയില്ല, കുറച്ച് കാലമായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഫുൾ ലൈറ്റഡ് ആയിട്ട് 12 മണി വരെ ഇത് ഫുൾ പ്രവർത്തിക്കാനുള്ള ചാൻസ് ആണുള്ളത്. നമുക്ക് അപ്പുറത്ത് DJ നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കൂടെ കേൾക്കാം. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ മുതൽ എല്ലാവരുടെ കയ്യിലും ഫെയറി ലൈറ്റ്സ് പോലെ രാത്രി ഇങ്ങനെ തെളിയുന്ന ടൈപ്പ് ലൈറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് എവിടെ കിട്ടും എന്നിങ്ങനെ തപ്പി നടക്കുകയാണ്. നമ്മളവിടെ കടയിലൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾക്കാർ വന്ന് ഇവിടെ നടന്ന് ആരൊക്കെയോ വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതിക്കടെ മൊത്തം തപ്പി നടന്നെങ്കിലും ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടംപോലെ റൈഡ്സും പിന്നെ ഇങ്ങനെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്, എല്ലാവരും എൻജോയ് ചെയ്യാണ്. എല്ലാത്തിൻ്റെയും മുന്നിൽ ഹൈ ക്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ പയ്യെ നടന്ന് നമ്മൾ DJയിലേക്ക് പോകാൻ വിചാരിച്ചു. ഞങ്ങൾ സാധനങ്ങൾ തപ്പി നടക്കുമായിരുന്നു, ഈ ഫെയറി ലൈറ്റ് തപ്പി നടക്കുമായിരുന്നു. ഞങ്ങൾ കുറേ നടന്നു, ഈ ഗ്രൗണ്ട് ഫുള്ള് തപ്പി നടന്നു. അപ്പോൾ ഇവിടെ DJ നടക്കുകയാണ്. ഇത് 7 മണി മുതൽ തുടങ്ങിയിരുന്ന DJ ആണ്. DJ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗാനമേള പോലെ, ഇംഗ്ലീഷ് പാട്ടുകളുടെ ഒരു ഗാനമേള. അപ്പോൾ ഇത് 7 മണി മുതൽ തുടങ്ങിയതാണ്. ഇതിനി 12 മണി വരെ ഉണ്ടാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർ കുറേ പേരുണ്ട് അവിടെ. ടെൻറ്റ് കെട്ടിയും പായയിട്ടും ഒക്കെ ഇരുന്ന് റിലാക്സ് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തപ്പി നടന്ന് ഫെയറി ലൈറ്റ് കിട്ടിയില്ലെങ്കിലും നല്ല ലൈറ്റുള്ള ഒരു വാള് കിട്ടി. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം അത് ബേബി ഷാർക്ക് ഉണ്ട് അതിൽ. പിന്നെ അടിയിലും ലൈറ്റ്, മുകളിലും ലൈറ്റ്, നല്ല അടിപൊളി ഒരു വാള് കിട്ടി കേട്ടോ. അപ്പോൾ വാള് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ വാൺ ചെയ്തു, ഇത് വെച്ച് ആരെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തേക്കരുത്, സൂക്ഷിച്ചു കൊണ്ട് കടന്നോണമെന്ന് പറഞ്ഞ് വാൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കളയാൻ വേണ്ടി ഓരോ റൈഡിലൊക്കെ കയറാമെന്ന് വെച്ച് ടിക്കറ്റ് എടുത്തിട്ടോ. അമ്മയും മോളും കൂടെ സ്കൈ വീലിൽ കയറി, അവരത് എൻജോയ് ചെയ്തു. ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ നമ്മുടെ കാറിൽ കയറാനുള്ള ടിക്കറ്റ് കൊടുത്തു കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്കൈ വീല്. ഇതിങ്ങനെ നാട്ടിലെ പോലെ നിർത്തിയുള്ള പരിപാടിയൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എന്തായാലും മോളിൽ നിന്നൊരു വ്യൂ ഒക്കെ കിട്ടി അതിൻ്റെ മോളിൽ കയറിയിട്ട്. പിന്നെ ഞങ്ങളിവിടെ കാർ ഓടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ദാണ്ടേ കിടക്കുന്നു, ആരും ഇല്ല കൂടെ കാർ ഓടിക്കാൻ, ഞങ്ങൾ തന്നെ. പിന്നെ അവിടെ നിന്ന് ആ പയ്യൻ കൂടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ കാർ ഓടിച്ച് കുറച്ച് നേരം നടന്നു. ഫുള്ള് ആൾക്കാരുണ്ടെങ്കിൽ ഇടിച്ച് തെറിപ്പിച്ച് നടക്കാനുള്ളൊരു രസമുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഇടയ്ക്ക് പോയി ഇടിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുന്നു. പുള്ളിക്കാരനും ബോറടിക്കുന്നുണ്ട്, ഞങ്ങൾക്കും ബോറടിച്ച്. എന്തായാലും കുഞ്ഞിപ്പെണ്ണ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാറിൽ കയറുന്നത്, അതുകൊണ്ട് ഇത്തിരിയൊക്കെ എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓടിക്കാൻ സ്റ്റീറിങ് കൊടുത്തില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായുള്ളൂ. സ്റ്റീറിങ് കൊച്ചിന് എത്തുന്ന പോലെ ആയിരുന്നില്ല, നമ്മുടെ ആക്സിലേറ്ററും എത്തൂലായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ആ സൈഡിലിരുന്നു. പിന്നെ നമ്മൾ കാത്തിരുന്ന് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. ഭയങ്കര ഫയർ വർക്ക്സ് ആയിരുന്നു, അടിപൊളി ഫയർ വർക്ക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് വേണ്ടി 9:45 ഒരു ഫയർ വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ പിള്ളേരുള്ള ഫാമിലീസൊക്കെ തിരിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിക്ക് അടുത്ത ഫയർ വർക്ക് അങ്ങനെയായിരുന്നു സെറ്റ് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു ഫയർ വർക്ക്സൊക്കെ. അവിടുത്തെ വിക്ടർ ഹാർബറിൻ്റെ അവിടെ നിന്നുള്ള പാലത്തിൻ്റെ അവിടെ നിന്നായിരുന്നു കേട്ടോ ഫയർ വർക്ക്. അപ്പോൾ നല്ല രസമുണ്ട്. നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിക്കുള്ള എല്ലാ പ്രിക്കോഷൻസും ഉണ്ടായിരുന്നു. അവിടെ ഫയറിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കടലിൻ്റെ മുകളിലാണ് പൊട്ടുന്നത്, അതുകൊണ്ട് മാക്സിമം എങ്ങോട്ടും തീ പിടിക്കാനുള്ള ചാൻസ് ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ഫയർ വർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഫയർ വർക്ക് എൻജോയ് ചെയ്യാം.
അയ്യോ ഇത് എങ്ങനെയൊക്കെയാ കുഞ്ഞിപ്പണ്ട് പോണേ? ഇതെന്തൊക്കെ ഷേപ്പാടാ? നമ്മുടെ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ Happy ഇയർ. New Year. പറ. ഞങ്ങൾ അതാണ്. തണുത്തിട്ട് കോട്ടിന്റെ ഉള്ളിൽ കയറി ഇരിക്കുക. 12 മണിയായി ഇവിടെ. അപ്പൊ എല്ലാവർക്കും ഫയർ വർക്ക്സ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമന്റ്സും തീർച്ചയായിട്ടും രേഖപ്പെടുത്തണേ. ഞങ്ങൾ അടിപൊളി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് നടക്കാൻ പോവാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.